നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെങ്കടലിൽ പടക്കപ്പലിറക്കി ചൈനയുടെ കടന്നുവരവ്. വാണിജ്യ കപ്പൽപാത കലാപ കലുഷിതമായി തുടരുന്നതിനിടെയാണ് ചൈനയുടെ ഈ നീക്കം. ഹൂതികളെ പറപ്പിക്കാൻ US, ബ്രിട്ടൻ, ഇന്ത്യ പടക്കപ്പലുകൾ ചെങ്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചൈന കളത്തിലിറങ്ങുമ്പോൾ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ. കാരണം ഡബിൾ ഗെയിം കളിക്കുന്നത് ചൈനയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ്. നിരീക്ഷണത്തിന് വേണ്ടിയാണ് കപ്പൽ ഇറക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ഭീകരർക്ക് സഹായം നൽകാനുള്ള നീക്കമാണോ ഇതെന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. ചരക്ക് കപ്പലിന് അകമ്പടിയായാണ് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടത്. ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു. മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത്. ചൈനീസ് റഷ്യൻ കപ്പൽ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അടിയൊഴുക്കുണ്ടെന്നാണ് ബൈഡൻ തുറന്നടിക്കുന്നത്. വെടക്കാക്കി തനിക്കാക്കുന്ന സ്വഭാവമാണ് ചൈനയ്ക്കുള്ളത്. പുറമെ സൗഹൃദം എന്ന് നടിക്കുകയും എന്നാൽ ഭീകരരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നയമാണ് ഷീ ജിൻപിങ്ങിന്. തങ്ങളുടെ ചരക്ക് കപ്പലുകളുടെ സുരക്ഷയ്ക്കായാണ് പടക്കപ്പൽ ഇറക്കിയതെന്ന് ചൈന വാദിക്കുന്നതിനെ അമേരിക്ക മുഖവിലേക്ക് എടുത്തിട്ടേയില്ല. കാരണം ഹൂതികൾ ആക്രമിക്കുന്നത് അമേരിക്ക, ഇസ്രയേൽ, ബ്രിട്ടൻ കപ്പലുകളെയാണ്. തുടക്കത്തിൽ തന്നെ ഹൂതികൾ വ്യക്തമാക്കിയതാണ് ചെങ്കടലിൽ ചൈനീസ് ചരക്ക് കപ്പലുകൾ തൊടില്ലെന്ന്. മാത്രമല്ല, ചൈനീസ് കപ്പലുകൾക്ക് വഴിയൊരുക്കി സേഫാക്കി വിടുന്നുമുണ്ട്. എന്നിട്ടും ചൈന പടക്കപ്പൽ ഇറക്കുന്നത് ചാരപ്രവർത്തനത്തിന് വേണ്ടിയാണെന്നാണ് ബൈഡൻ തുറന്നടിക്കുന്നത്. അതായത് ചൈനയുടെ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ ചെങ്കടലിലുണ്ട്. അതിൽ പ്രധാനമായും അമേരിക്കയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾ ചൈന നോട്ടമിടുമെന്നതിൽ സംശയമില്ല. ചാരപ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ചൈന ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് അമേരിക്ക വാദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ചെങ്കടൽ കൂടുതൽ സംഘർഷഭരിതമാകുകയാണ്. ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇതിനെ ചെറുക്കാൻ വലിയ നാശം വരുത്താൻ പോലും ഹൂതികൾ തയ്യാറായേക്കും. യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വീണ്ടും US-ന്റെയും UK-യുടെയും ആക്രമണം നടന്നത് കടൽ കൊള്ളയ്ക്ക് അറുതി വരുത്താൻ. ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് തങ്ങൾ നൽകിയതെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട്. ഹൂതികളുടെ കരുത്തില്ലാതാകും വരെ ആക്രമണം തുടരുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനിടെ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ തിരിച്ചടിക്കും ശ്രമിക്കും. ഇറാനും സിറിയയുമെല്ലാം ഗൗരവത്തോടെയാണ് ഈ ഇടപെടലിനെ കാണുന്നത്. തിരിച്ചടിക്കാൻ അവരും തീരുമാനിച്ചിട്ടുണ്ട്. ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രഖ്യാപിച്ചു. അതേസമയം ഗാസയിൽ നിന്ന് പിന്മാറുന്നതുവരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹൂതി പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം മുഹമ്മദ് അൽ ബുക്തായിദി പ്രഖ്യാപിച്ചു. 13 സ്ഥലങ്ങളിലായി 80 ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ആക്രമണം നടത്തിയതെന്ന് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഹൂതികളുടെ മിസൈൽ സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം, റഡാറുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഇരു രാജ്യങ്ങളും അറിയിച്ചു. കടൽ തീരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഡ്രോൺ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. നേരത്തെ ഇറാഖിലും സിറിയയിലുമായി 85 കേന്ദ്രങ്ങളിൽ 125ലേറെ തവണ US വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാഖിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ സിറിയയിലെ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ മനുഷ്യാവകാശ സംഘടന അറിയിച്ചു. സിറിയയിലെ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളുടേതെന്ന് കരുതുന്ന 26 കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായതെന്ന് AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാഖ് അതിർത്തിയോട് ചേർന്ന ദൈർ ഇസൂർ, അൽബൂഖ് കമാൽ നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഇറാൻ പൗരന്മാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ജോർദാനിലെ US സൈനിക താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെടുകയും 40ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് തിരിച്ചടിയായാണ് ഈ ആക്രമണം അമേരിക്ക നടത്തിയത്. ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിന് പിന്നിലെന്ന് US ആരോപിക്കുന്നു. എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 36 കേന്ദ്രങ്ങളിലെയും ഹൂതികളുടെ ആയുധ സംവിധാനങ്ങൾ അടക്കം തകർത്തുവെന്നും അമേരിക്ക അവകാശപ്പെട്ടു. ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുന്നു. മേഖല യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു.
ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിന്റെ 6 ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കുമാണ് ഉപരോധം. ഇറാഖിലും സിറിയയിലും 80 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനം. റവല്യൂഷണറി ഗാർഡിന്റെ എലൈറ്റ് ഖുദ്സ് ഫോഴ്സിന് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് തുർക്കി ആസ്ഥാനമായ എണ്ണ കമ്പനിയുടെ $108 മില്യൺ അമേരിക്ക പിടിച്ചെടുത്തു. അമേരിക്കയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള രോഷം പ്രകടിപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറാനും തുർക്കിയും. ഇതിനിടെ ഖത്തറും അമേരിക്കയ്ക്ക് നേരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.